നെക്സ്റ്റ് വി ഹാവ് ജിൻസ് ആൻഡ് ആതിര. ആരുടെയാണ് ആദ്യം നമ്മൾ? ആതിര നോക്കാം. ആതിര, മാർക്സ് 229. ബാക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് മാർക്സ് ഇസ് ഗുഡ്. സെക്കൻഡ് ലോവസ്റ്റ്. ഓ, ലോവസ്റ്റ് ആരാ? സംഗീത. ഇപ്പൊ SMS വന്ന് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇപ്പം ഈ സോണില് എത്ര തവണയായി വന്നിട്ട്? തേർഡ് ടൈം. നമ്മള് ഇംഗ്ലീഷിലൊക്കെ പറയും തേർഡ് ടൈം ലക്കി, തേർഡ് ടൈം അൺലക്കി ആവാം. എന്താവും ഔട്ടാവോ ഇന്നാവും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? നോ ഐഡിയ. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഔട്ടായാല് വിഷമമൊന്നുമില്ല? തീർച്ചയായിട്ടും ഒരുപാട് വിഷമമുണ്ട്. കാരണം വിഷമമുണ്ട്. ഇപ്പൊ ഉള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് ഒത്തിരി കമ്മിറ്റഡ് ആയിപ്പോയി. പിന്നെ ഈ നാദബ്രഹ്മ ഓർക്കസ്ട്ര എല്ലാവരുമായിട്ടും ഭയങ്കര കമ്മിറ്റഡ് ആയിപ്പോയി. ഭയങ്കര വിഷമമായിരിക്കും. അവര് ഈ ഐഡിയ സ്റ്റാർസിംഗ് 2008 എങ്ങനെയാ വന്ന് ജോയിൻ ചെയ്തത്? എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് ഒക്കെ നൽകി? എവിടെ കേട്ടു? എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തത് അപ്ലൈ ചെയ്യാൻ? ഞാൻ എന്റെ ഒരു അങ്കിള് വഴിയാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല 2008 തുടങ്ങുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം അങ്കിള് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ കണ്ണൂർ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ ഓഡീഷൻ. അപ്പം അവിടെ അത്രയും നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. പിന്നെ സാറ് വീട്ടിൽ വിളിച്ച് പറയായിരുന്നു സെലക്ടഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. ഭയങ്കര സന്തോഷമായി. പിന്നെ സെക്കൻഡ് ടൈം ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴും എന്റെ കൂടെ പ്രോഗ്രാംസിന് പാടുന്ന ഒത്തിരി പേരെ കണ്ടു. എന്റെ കൂടെ കോമ്പറ്റീഷൻസിന് പങ്കെടുത്ത് എന്നെക്കാളും നന്നായിട്ട് പാടുന്ന ഒരുപാട് പേരെ കണ്ടു. അപ്പൊ തന്നെ ഭയങ്കര ടെൻഷനായി. ജസ്റ്റ് പാടിയിട്ട് പോവാം എന്നുള്ളൊരു അവർ വന്നിട്ട് പാടിയെന്നേ ഉള്ളൂ. പക്ഷെ ദൈവം സഹായിച്ചിട്ട് അന്ന് നല്ല ഒപ്പീനിയൻ പറഞ്ഞു ജഡ്ജസ് എല്ലാവരും. ഇത് പാട്ടാ പാടിയെന്ന് ഓർമ്മയുണ്ട്. ഞാൻ മുകിലിൻ മകളെ എന്നുള്ള മകൾക്ക് പാടാവോ? മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ കാണാ നെഞ്ചിൽ ചേർത്ത അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളെ. ആത്രയ്ക്കും തോന്നുന്നു ആത്ര ഔട്ടാവണമെങ്കിൽ സങ്കടമുണ്ട്. പക്ഷെ ഇന്നായാലും ഔട്ടായാലും ഇതുവരെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഇത് തന്നെ എടുക്കും. പറയട്ടെ, യു ആർ ഔട്ട്. അറിയാമോ? നമ്മളെ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഇൻഡിക്കേഷനാണ്. നമ്മൾ ചില സമയത്ത് വി വിൻ സം, വി ലൂസ് എ ലോട്ട്, അല്ലെ? അങ്ങനെ കരുതുക. ഒരു വീഴ്ചയോടുകൂടി എല്ലാം തീർന്നു പോകുന്നില്ല. ദിസ് ഇസ് നോട്ട് ദി ഫൈനൽ എൻഡ് അല്ല അത്. യു കൻ ഓൾവേസ് ബൗൺസ് ബാക്ക്. അപ്പൊ ഇതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക. അതിനുവേണ്ടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു റൗണ്ട് മാത്രമാണ് എലിമിനേഷൻ എന്ന് മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, ഈ തോൽവിയിൽ നിന്ന് മോൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. സോ വി ഓൾ വാണ്ട് ടു സീ യു ബാക്ക് മോർ സ്ട്രോങ്, എ ബെറ്റർ സിംഗർ. ഐ എം നോട്ട് സെയിങ് ദാറ്റ് യു ആർ എ ബാഡ് സിംഗർ നൗ.
വണ്ടർഫുൾ വോയിസ്, എത്ര നന്നായിട്ട് പാടി. ശരത് സാർ, ആതിര, ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. സത്യം, ഇതെങ്ങനെ സംഭവിച്ചു? കാര്യം ആതിരയുടെ കൂട്ടൊരു എന്താ പറയണ്ട, അസാധ്യമായിട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടി പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ ആണ് നഷ്ടം. ഞാൻ പറഞ്ഞു മനസ്സിലായോ മോക്ക്? ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞതാ. ഒന്നും നമ്മുടെ കയ്യിലല്ല മോള്, ഒന്നും നമ്മുടെ കയ്യിലല്ല കേട്ടോ. അപ്പൊ എനിക്ക് സത്യത്തില് മോളിപ്പോ സ്റ്റാർ സിംഗർ 2018 എലിമിനേറ്റ് ആയാലും എന്റെ അടുത്ത പടത്തിൽ ഷുവറായിട്ടൊരു പാട്ട് തരുന്ന ഉറപ്പാണ്. ഞാൻ ചുമ്മാ പറയല്ല, അടുത്ത എന്റെ പടത്തിൽ നെക്സ്റ്റ് ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, ഷുവറായിട്ടൊരു പാട്ടുണ്ട്. സിനിമാ ഫീൽഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളി. താങ്ക് യു ശരത് സാർ. ദീദി, I'm also shocked, stunned absolutely. ഇത് എപ്പിടിയാച്ചെന്ന് എനിക്ക് പുരിയില്ല. Maybe SMS or what. But like everybody else, she's everyone's favorite, ille Adira. Love you, Mom. And you have a beautiful voice and I love your stage personality. Karele. Because if you do that, then it's worse for everyone else. Love you, okay? All the best, Ma. I hope you keep singing really well and hang in there. Keep singing well, okay? As he said, nothing's in our hand, okay? Love you. താങ്ക് യു ജഡ്ജസ്. ആതിരയ്ക്ക് എന്താണ്? ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. മിസ് ചെയ്യും. ഇന്നലെ ഞങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്തു ക്രിസ്മസിന്റെ പാട്ട് ഒരുമിച്ച് പാടാൻ. I'm sorry. എല്ലാവരോടും നന്ദിയുണ്ട്. ഔസേപ്പ് ബച്ചൻ സാറിനോട്, ഉണ്ണികൃഷ്ണൻ സാറിനോട് പറഞ്ഞാൽ തീരാത്രത്തോളം നന്ദിയുണ്ട്. അങ്ങനെ ആരും മറക്കാൻ പാടില്ല. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന്. താങ്ക് യു വൺസ് അഗൈൻ. ഇത്രയും നാളെ എന്നെ സപ്പോർട്ട് ചെയ്തതും SMS ചെയ്ത എല്ലാവർക്കും, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇതിന്റെ കൂടെ ഗോദ്രേജ് സ്പോൺസർ ചെയ്യുന്ന ഒരു മൈക്രോ സ്റ്റീം അവൻ ആൻഡ് നോക്കിയ എക്സ്പ്രസ് മ്യൂസിക്. The ever smiling Adira. It's time for her to leave us. Thank you. പിരിയുകയില്ല നാം, പിരിയുകയില്ല